ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 21 വയസ്സൊക്കെയുള്ള പയ്യന്മാരെ നോക്കുകയാണെങ്കിൽ നിരവധി പേർക്ക് ധാരാളം ഡിസ്ട്രാക്ഷൻസും ബാഡ് ഹാബിറ്റ്സും കണ്ടുവരാറുണ്ട്. അതിലൂടെ അവരുടെ ലൈഫ് തന്നെ നശിച്ചു പോകാറുണ്ട്. ഇങ്ങനെയുള്ള ശീലങ്ങളിൽ നിന്നും പുറത്തു കടക്കുന്നതിനായി ഒരു സന്യാസി എങ്ങനെയാണോ സ്വയം കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ നമുക്കും ചെയ്ത് ശീലിക്കാവുന്നതാണ്. ഇതിനെയാണ് മോങ്ക് മോഡ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ മോങ്ക് മോഡിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായി ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിന് നേർക്ക് കുതിക്കണം. ലൈഫിൽ ഗോൾസ് ഒന്നും ഇല്ലെങ്കിൽ ലൈഫ് ശൂന്യമായി തോന്നും. സോ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടാക്കണം. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനായി ഈ മോങ്ക് മോഡ് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് നേടിത്തരാനും സെൽഫ് ഡിസിപ്ലിനോടെ ഇരിക്കാനും മോങ്ക് മോഡ് വളരെ യൂസ്ഫുൾ ആണ്. ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു മോങ്ക് മോഡ്, ഒരു വ്യക്തിയുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്ന പർപ്പസ്, ഫോക്കസ്, ഡിസിപ്ലിൻ ഇവയെല്ലാം മാറ്റുകയാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറും. ഇവയില്ലാതെ ജീവിക്കുന്നത് ഒരു മീനിങ്ലെസ് ലൈഫ് ഫീലും വേദനയും നൽകും. ഈ 3 കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് കൺട്രോളിൽ നിൽക്കുന്നത്. എപ്പോഴാണെങ്കിലും ഏതൊരു കാര്യവും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതാണ് നല്ലത്. അഥവാ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത ഏത് കാര്യവും നിങ്ങളുടെ ലൈഫിനെ വേറെ ദിശയിലേക്ക് നയിച്ചേക്കാം. ഏതൊരു ദുശ്ശീലത്തിനും അടിമയാക്കിയേക്കാം. ആ ദുശ്ശീലത്തിൽ നിന്നും പുറത്തു വരിക എന്നത് വളരെ കഠിനമായ കാര്യമാണ്. ഇതിലൂടെ നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് കൂടുതൽ വഷളാകുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ കൈവിട്ടു പോകാനും സാധ്യതകൾ കൂടുതലാണ്. ഇതെല്ലാം നടക്കുന്നത് നിങ്ങളുടെ കൺമുന്നിലാണെങ്കിൽ പോലും തിരിച്ചൊന്നും ചെയ്യാനാകാത്ത സിറ്റുവേഷൻസിലാകും നിങ്ങൾ. 95% ആളുകളുടെയും ലൈഫിൽ ഇതാണ് സംഭവിക്കുന്നത്. അവർക്ക് ലൈഫിൽ ഒരു പർപ്പസോ ഫോക്കസോ ഡിസിപ്ലിനോ ഇല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ 95% ആളുകളിൽ നിന്നും നിങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം ഇല്ലാതാക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനേക്കാൾ ഉപരി ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാകും. ഇത് നിങ്ങളുടെ ലൈഫിലെ ഫോക്കസ്, ഗോൾ, ഡിസിപ്ലിൻ കൂടാതെ നിങ്ങളുടെ ശോഭനമായ ജീവിതം തന്നെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് മോങ്ക് മോഡ്. ഫ്രണ്ട്സ്, മോങ്ക് മോഡ് എന്നാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് അതേ പ്രകാരത്തിൽ ആ കാര്യം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മാർഗമാണ്. ഇത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ 21 ദിവസങ്ങളോ 1 മാസമോ 1 വർഷമോ എടുത്തേക്കാം. നിങ്ങളുടെ ലൈഫിലെ ഗോൾസ്, ബെറ്റർമെന്റ്, ലൈഫ് പർപ്പസ് ഇതിനായി നിങ്ങളെ സ്വയം തയ്യാറാക്കി വെക്കണം. കുറച്ചു നാളേക്ക് ഈ പുറം ലോകത്തിന്റെ മോഡികളെയും ദുശ്ശീലങ്ങളെയും സമയം വേസ്റ്റാക്കുന്ന കാര്യങ്ങളിൽ നിന്നുമെല്ലാം പുറത്തേക്ക് വരണം. ഒന്നുകൂടി സ്പഷ്ടമായി പറയുകയാണെങ്കിൽ പുറം ലോകത്തിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും പുറത്തു വരണം. ബ്രെയിനിൽ ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്യാൻ ഇടയാക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ സ്പിരിച്വൽ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ അവയെല്ലാം തുടർച്ചയായി ചെയ്യാൻ തുടങ്ങണം. അത് നിങ്ങളെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകും, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമോ, കുറച്ച് ഓവറാകില്ലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ന്. ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പ്രയാസമേറിയതാകും. ഇത് ലോങ് ടേം ആയി ചെയ്യാനും പറ്റാത്തതാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് ലോങ് ടേം ആയി ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ മോങ്ക് മോഡിൽ 21 ദിവസങ്ങൾ അല്ലെങ്കിൽ 1 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ടൈമും ഗോളും കൺസിഡർ ചെയ്ത് ഇത് എത്ര നാൾ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ പേഴ്സണൽ സജഷൻ നിങ്ങളിത് 21 ദിവസങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നാണ്. അതിനുശേഷം നിങ്ങൾ ഫിസിക്കലി ഹെൽത്തിയായും കോൺഫിഡൻസോട് കൂടിയും ഡിസിപ്ലിൻഡായും ഫീൽ ചെയ്യും. ഈ 21 ദിവസത്തെ പ്രാക്ടീസ് നിങ്ങളിലൊരു അമേസിംഗ് ചേഞ്ച് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നിങ്ങൾക്കായി ഒരു പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്യണം. അതായത് നിങ്ങളുടെ മോങ്ക് ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് സ്വയം ഡിസൈൻ ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡ്രീം ലൈഫ്, അതായത് നിങ്ങൾ എങ്ങനെയായി തീരാൻ ആഗ്രഹിക്കുന്നു. 2, നിങ്ങളുടെ നൈറ്റ് മെയർ ലൈഫ്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ലൈഫ് വീണ്ടും പരിതാപകരമായി തീരും. ഈ 2 കാര്യങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഡ്രീം ലൈഫ് വേഴ്സസ് നൈറ്റ് മെയർ ലൈഫ്. ഡ്രീം ലൈഫ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നത്. ഇപ്പോഴുള്ളതിനേക്കാൾ ബെറ്ററും സന്തോഷകരവുമായിരിക്കും ആ ലൈഫ് എന്ന നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം നിങ്ങൾ ആയിത്തീരുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക? ഈ സമയത്ത് നിങ്ങൾ റിയലിസ്റ്റിക് ആയും പ്രാക്ടിക്കലായും ചിന്തിക്കണം. കുറച്ചുകൂടി ഈസിയായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫും ഡ്രീം ലൈഫും ഒന്ന് ഇമാജിൻ ചെയ്യണം. അതൊരു പേപ്പറിലേക്ക് എഴുതണം. ഉദാഹരണത്തിന്, നിങ്ങൾ എപ്പോൾ എഴുന്നേൽക്കുന്നു,
ഒരു ദിവസം എന്തൊക്കെ ജോലികൾ ചെയ്യുന്നു, ഏത് ടൈപ്പ് ആളുകളുമായി ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നു, ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, ഇമോഷണലി എങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ്. ഈ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങളെ ലൈഫിൽ വിജയിക്കാനും ജീവിതത്തിൽ അടുത്ത ലെവലിലേക്ക് കടക്കാനും നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് നൈറ്റ്മെയർ ലൈഫ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഏത് പ്രകാരത്തിലാണോ ഇമാജിൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റായി ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതം അതേ പ്രകാരം തുടരുകയാണെങ്കിൽ, അതായത് ഒരു ചെറിയ മാറ്റം പോലും നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായി തീരും? നിങ്ങൾ മുമ്പുണ്ടായിരുന്ന മനസ്സിന് സംതൃപ്തി തരാത്ത ലൈഫാണ് നൈറ്റ്മെയർ ലൈഫ്. അഥവാ നിങ്ങൾ വളരെ മടി പിടിച്ച് ഒരു ജോലിയും ചെയ്യാതിരിക്കുകയാണ്, കഴിക്കുന്നത് മുഴുവൻ ജങ്ക് ഫുഡ്സും ഒരു വർക്കൗട്ടും ചെയ്യാതിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന്. ശരീരമാകെ തടിച്ച് അൺഹെൽത്തി ആയിട്ടുണ്ടാകും. അടുത്തത്, നിങ്ങളൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിരുന്നാൽ അല്ലെങ്കിൽ ഒരു ദുശ്ശീലത്തിന് അടിമയായിരുന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സും സെക്ഷൽ ലൈഫും എല്ലാം എങ്ങനെയായി തീരുമെന്ന്. ഇതാണ് നൈറ്റ്മെയർ ലൈഫ്. ഡ്രീം ലൈഫിനെ പറ്റി ചിന്തിക്കുന്നത് കൂടാതെ ഇടയ്ക്കെങ്കിലും നൈറ്റ്മെയർ ലൈഫിനെ പറ്റി ചിന്തിക്കുന്നതും നല്ലതാണെന്ന് മാത്രമല്ല ആവശ്യമുള്ളതുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന മോട്ടിവേഷൻ നിങ്ങളിലെ പല ദുശ്ശീലങ്ങളെയും അകറ്റാൻ സഹായിക്കും. സക്സസ് നൽകുന്ന മോട്ടിവേഷനേക്കാൾ ഫെയിലിയറിലൂടെ കടന്നു പോയവനുണ്ടാകുന്ന മോട്ടിവേഷന് ശക്തി കൂടുതലായിരിക്കും. അത് നിങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റും. ഇതിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കും. അതിന്റെ ഫലമായി നിങ്ങളുടെ ലൈഫ് സ്കെഡ്യൂൾ മാറുകയും നൈറ്റ്മെയർ ലൈഫിൽ നിന്നും വെളിയിൽ വന്ന് ഡ്രീം ലൈഫിൽ ജീവിക്കുകയും ചെയ്യും. അതിന്റെ തെളിവായി ചെറിയ ചെറിയ നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആരംഭിക്കും. ബ്രെയിൻ ട്രേസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സെൽഫ് ഡിസിപ്ലിൻ ഈസ് ക്ലീനിങ് അബൌട്ട് റെസിസ്റ്റൻസ്, ടേക്കിംഗ് ആക്ഷൻ ഈസ് ഇൻസ്പൈറ്റ് ഓഫ് ഹൗ യു ഫീൽ, ലിവിംഗ് ലൈഫ് ബൈ ഡിസൈൻ നോട്ട് എ ഫോൾട്ട്, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ്സ് ആക്ടിംഗ് അക്കോർഡൻസ് ടു യുവർ തോട്ട്സ് നോട്ട് അവർ ഫീലിംഗ്സ്. സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്നാൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കറക്റ്റായി ചെയ്യാൻ സാധിക്കണം. നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. എപ്പോഴത്തെയും പോലെ ഡിഫോൾട്ട് മോഡിലായിരിക്കരുത് നിങ്ങൾ. ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് ആക്ഷൻ എടുക്കണം, ഫീലിംഗ്സിനനുസരിച്ചല്ല. സോ ഗെറ്റ് റെഡി ഗൈസ്, മോങ്ക് ലൈഫ് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ മോങ്ക് മോഡിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. മോങ്ക് മോഡിൽ കഴിയുമ്പോൾ നിർബന്ധമായും ഈ 3 കാര്യങ്ങൾ ചെയ്തിരിക്കണം. സോ അതിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതിൽ ആദ്യത്തേത് മെഡിറ്റേഷൻ. ഇത് നിങ്ങളെ കാമും ഹെൽത്തിയുമാക്കി വെക്കുമെന്ന് മാത്രമല്ല എപ്പോഴും എനർജറ്റിക് ആയി ഇരിക്കുവാനും സഹായിക്കും. ഡെയിലി മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തന്നെ വേണം. രണ്ടാമത്തേത് എക്സർസൈസ്. ഇത് നിങ്ങളുടെ ബോഡി ഫിറ്റ് ആക്കി നിങ്ങളെ സ്ട്രോങ് ആക്കി വെക്കും. അത് വെയിറ്റ് വർക്കൗട്ടും ആകാം. മൂന്നാമത്തേത് ഹെൽത്തി ഡയറ്റ്. ശരിയായ ഭക്ഷണം ശരിയായ അളവിൽ കഴിക്കുന്നത് നിങ്ങളെ ഹെൽത്തി ആക്കി വെക്കും. ഈ സ്റ്റെപ്പിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നാൽ, ഭക്ഷണം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വേണ്ട ഇന്ധനമാണ്. നിങ്ങളെ എനർജറ്റിക് ആക്കി വെക്കാനും ഇത് സഹായിക്കും. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളെ കൂടാതെ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുന്ന മറ്റ് കാര്യങ്ങളും ലിസ്റ്റിൽ ആഡ് ആക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദിവസവും 8 മണിക്കൂർ ഉറങ്ങുന്നതിനായി മാറ്റിവെക്കും, പുതിയൊരു പുസ്തകം വായിച്ചു തുടങ്ങും, ഇങ്ങനൊക്കെ. ഇനി മോങ്ക് മോഡിൽ നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയായിരിക്കണമെന്ന് നോക്കാം. അതിരാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു 13 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്ത ശേഷം ഒരു ചെറിയ വാക്കിങ്ങിന് പോകുന്നതിനോടൊപ്പം സൺലൈറ്റ് എടുത്തിട്ട് എക്സർസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ജോലി ആരംഭിക്കുക. ഒരു ദിവസത്തിൽ 4 മണിക്കൂർ വീതമുള്ള സ്കെഡ്യൂൾ ഉണ്ടാക്കി കോൺസെൻട്രേഷനോടെ വർക്ക് ചെയ്യൂ. ജോലിയുടെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ മറക്കരുത്. പക്ഷേ നോ സോഷ്യൽ മീഡിയ. അത് നിങ്ങൾ യൂസ് ചെയ്യാനേ പാടില്ല. നിങ്ങളൊരു സ്റ്റുഡന്റ് ആയാലും വർക്കിംഗ് പ്രൊഫഷണൽ ആയാലും നിങ്ങളുടെ എല്ലാ ഡിസ്ട്രാക്ഷനും അകറ്റി നിർത്തി ഫുൾ ഫോക്കസോടെ നിങ്ങളുടെ ജോലി ചെയ്യുക. ലൂസ് ടോക്ക് ചെയ്ത് സമയം വേസ്റ്റ് ആക്കാതെ ഇരിക്കുക. നല്ല പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണം കഴിക്കുക. ദിവസത്തിൽ കുറഞ്ഞത് 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. അവസാനമായി ഉറങ്ങുന്നതിന് മുമ്പ് പുസ്തകങ്ങളിലെ കുറച്ച് പേജുകളെങ്കിലും വായിക്കുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആയി മാറും. മാത്രമല്ല, നിങ്ങളെ കാണുമ്പോഴേ മറ്റുള്ളവർ ചോദിക്കും, മുമ്പുള്ളതിനേക്കാൾ നല്ലൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്. ഇനി നമുക്ക് മോങ്ക് മോഡിന്റെ അൾട്ടിമേറ്റ് ആയ ഗോൾ എന്താണെന്ന് നോക്കാം. ഈ ഗോൾ വെക്കാതെ മോങ്ക് മോഡ് പ്രോസസ് വർക്കൗട്ട് ആകില്ല. ഇതാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു പർപ്പസ് ഡ്രൈവ് കൊടുക്കുന്നത്. ഇതുവരെ നിങ്ങൾ ലൈഫിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലമാകാം ചെയ്തത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയോ സൊസൈറ്റിക്ക് വേണ്ടിയോ ആകും ചെയ്തിട്ടുണ്ടാകുക. അതുമല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷന് വിധേയമായിട്ടാകും ചെയ്തത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാതെ മറ്റുള്ളവരുടെ ഇൻഫീരിയേഴ്സിന് അടിമപ്പെട്ടാകും ചെയ്തിട്ടുള്ളത്.
നിങ്ങളുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനെ മാറ്റുവാനായി നിങ്ങൾ എന്ത് സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നു എന്നതിലാണ് കാര്യം. സോ അതാകണം നിങ്ങളുടെ പർപ്പസ്. ഇപ്പോൾ പഠനമാണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ ചില വിഷയങ്ങൾ ഫോക്കസ് നൽകി പഠിക്കണം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ആണുള്ളതെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഹെൽത്തി ആയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ പർപ്പസ് ആണ്. അഥവാ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് സേവിങ്സിനെ പറ്റി പ്ലാൻ ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് മനസ്സിലാക്കണം. അതിലൂടെ പൈസ സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഒഴിവാക്കാനാകും. ഉറങ്ങുമ്പോഴും എഴുന്നേറ്റിരിക്കുമ്പോഴും അതേപ്പറ്റി നന്നായി ആലോചിക്കുക. ഈ മോങ്ക് മോഡിലൂടെ നിങ്ങളുടെ ലൈഫ് പർപ്പസ്ഫുൾ ആക്കി മാറ്റുക. വീഡിയോയുടെ ആദ്യം പരാമർശിച്ച 95% ആളുകളെ അപേക്ഷിച്ച് നിങ്ങൾ എപ്പോഴും മുന്നിലായിരിക്കും. ഈ മോങ്ക് മോഡിലൂടെ ഒരു വ്യക്തിയുടെ ലൈഫ് 21 ദിവസങ്ങൾ അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 3 മാസം അതുമല്ലെങ്കിൽ 6 മാസത്തിൽ തീർച്ചയായും മാറിയിരിക്കും. സ്വയത്തിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. നിങ്ങളിലുള്ള പഴയ സ്വഭാവങ്ങൾ മാറ്റി ഒരു പുതിയ വ്യക്തിയായി നിങ്ങൾ മാറും. സോ ഈ വീഡിയോയിലൂടെ മോങ്ക് മോഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി മുതൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു ലിസ്റ്റ് ആക്കി പ്രോപ്പർ സ്കെഡ്യൂൾ ചെയ്ത് നോക്കുക. തീർച്ചയായും ആ കാര്യങ്ങൾ ഈസിയായി ചെയ്യാൻ നിങ്ങൾക്കാകും. മോങ്ക് മോഡ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഉറപ്പായും സഹായിക്കും. അതിനായി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായി ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആയി മാറും. ഈ മോങ്ക് മോഡിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്ക് ബൈ ബൈ.